ഹായ് ഓൾ. കോട്ടഗിരി ഊട്ടി ട്രിപ്പിൻ്റെ രണ്ടാം ദിന കാഴ്ചകളിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. എന്തായാലും കോട്ടഗിരി നമ്മൾ ടൗണിൽ ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയാണ് ആദ്യം പോയത്. അവിടെ അന്നലക്ഷ്മി എന്ന് പറയുന്നൊരു ഹോട്ടൽ, അടിപൊളി ഹോട്ടലാണ്. ഈ ഹോട്ടൽ പരിചയപ്പെടുത്താനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നല്ല പാർക്കിംഗ് ഏരിയയിൽ നല്ലപോലെ ഇരിക്കാൻ സ്ഥലമൊക്കെ ഉള്ളൊരു ഹോട്ടലാണ്. അപ്പോൾ നമുക്ക് വളരെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് നമുക്കവിടെ കിട്ടിയത്. നല്ലപോലെ ഫുഡൊക്കെ കഴിക്കുകയും നമ്മൾ അവിടെ നിന്ന് തന്നെ ഫുഡ് പാഴ്സൽ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് കോട്ടഗിരി കിട്ടിയ ഹോട്ടലിൽ. നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയ അന്നലക്ഷ്മി എന്ന് പറയുന്ന ഈ ഹോട്ടലാണ്. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. ഈ ഹോട്ടൽ നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ചാർജിങ് സ്റ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം അവർ തരുന്നുണ്ട്. അന്നലക്ഷ്മി ഹോട്ടൽ വരുന്നത് ഏകദേശം ഇതിൻ്റെ മിഡായിട്ടാണ്, അതായത് ഊട്ടിയിലേക്കും തൊന്തപ്പേട്ടയിലേക്കും കോന്നൂരിലേക്കൊക്കെ ഏകദേശം 20ഓളം കിലോമീറ്റർ വരുന്ന ലൊക്കേഷനിലാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച ശേഷം പിന്നീട് അവിടുന്ന് പോയത് ഊട്ടിയിലേക്കാണ് പോയത്. ഊട്ടി അവിടുത്തെ ബൊട്ടാനിക്കൽ ഗാർഡൻ, നമുക്കറിയാം എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള ബൊട്ടാനിക്കൽ ഗാർഡൻ കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. നല്ല തിരക്കായിരുന്നു കേട്ടോ, നല്ല സീസൺ സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. പക്ഷേ അവളുടെ റുപ്പീസ് ഫെയറിലൊന്നും വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല, നമ്മുടെ നോർമൽ ഫെയർ തന്നെയാണ് കയറ്റിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഫ്ലവർ ഷോ നടക്കാൻ വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ കയറി ചെന്നത്. ഇപ്പോൾ ഫ്ലവർ ഷോ ഒക്കെ ലൈവായിട്ടുണ്ടാവും. എന്തായാലും ഒരു പ്രത്യേക അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് അവിടെ ചെടികളൊക്കെ അടുക്കുന്നതിനുള്ള തിരക്കിലായിരുന്നു അവിടുത്തെ ജീവനക്കാരൊക്കെ. ചെന്ന് കയറി ചെറിയൊരു മഴയത്താണ് കേട്ടോ, അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഞങ്ങൾ കുറച്ച് നേരം പെട്ടുപോയി. എങ്കിലും മഴയൊക്കെ മാറി നല്ല രീതിയിൽ നമുക്ക് അവിടെ ആസ്വദിക്കാൻ പറ്റിയെന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. പല രീതിയിലുള്ള ഫ്ലവേഴ്സിൻ്റെ ഒരു കൂട്ടം തന്നെ, അല്ലെങ്കിൽ ഒരു മനോഹരമായിട്ടുള്ളൊരു രംഗമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കാരണം ഇലച്ചെടികളായിക്കോട്ടെ, അതുപോലെ പൂക്കളായിക്കോട്ടെ, ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അവിടെ പോയി തീർച്ചയായിട്ടും വരാൻ തോന്നില്ല. അതുപോലെ മനോഹരമായിട്ടാണ് അവർ ചെടികളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ അവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതും. ഇവിടെ നോക്കി അറിയാൻ പറ്റും നമുക്ക് ചെടികളുടെ തന്നെ ഒരു പിരമിഡ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വളരെ ബ്യൂട്ടിഫുള്ളാണ്, നമ്മൾ കണ്ടു നിന്ന് പോകും. അതുപോലെ രീതിയിലാണ് അവർ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്ലവേഴ്സിൻ്റെ ഒക്കെ പേരറിയാവുന്നവർക്ക് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. നല്ല രസമാണ്, നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ആ ഗാർഡനിൽ നടക്കാൻ സാധിക്കും. പിന്നെ കുട്ടികൾക്ക് അവിടെ പ്ലേ ഏരിയയും ഗ്രൗണ്ടൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാം, മഴ മാറി നിൽക്കുമ്പോൾ തന്നെ കാണാൻ പാകത്തിന് ഒരു ഗ്ലാസ് ഹൗസ് ഒക്കെ ഉണ്ട്, അതിനകത്തൊക്കെ കയറി നമുക്ക് വിസിറ്റ് ചെയ്യാവുന്നതുമാണ്. പിന്നീട് നമ്മൾ അവിടുന്ന് പാക്കപ്പ് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷനിലേക്കാണ് പോയത്. അടുത്ത ലൊക്കേഷനിലെ കാഴ്ചകൾക്ക് അതിമനോഹരമാണ്. നമ്മൾ കോന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോയത്. കോന്നൂർ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ രസകരമായ കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.